എല്ലാവരെയും മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധ സാഹചര്യങ്ങൾ നിലവിൽ നിർണായകവും സങ്കീർണവുമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അമേരിക്കൻ യുദ്ധക്കപ്പലായ അബ്രഹാം ലിങ്കണ് മേൽ ഇറാൻ നടത്തിയ ആക്രമണവും അതിനെ തുടർന്ന് കപ്പലിനുണ്ടായ തകർച്ചയും അതിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങളും അമേരിക്കൻ ജനങ്ങളിൽ നിന്നും സൈനിക കുടുംബങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായത് ചില സംശയങ്ങൾക്ക് ബലം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്നുണ്ടായ ഈ കപ്പലിലെ ജീവനക്കാരുടെ കുടുംബാംഗങ്ങളുടെ ആശങ്കകൾ അബ്രഹാം ലിങ്കൺ എന്ന കപ്പൽ മുങ്ങുകയാണോ എന്ന സംശയമാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും പങ്കുവയ്ക്കപ്പെടുന്നത്. അബ്രഹാം ലിങ്കൺ എന്ന ഈ കപ്പൽ 200 ദിവസത്തിലേറെയായി സാധാരണയായി എല്ലാ യുദ്ധക്കപ്പലുകളും ചെയ്യുന്ന പോർട്ട് കോൾ പോലും നടത്തിയിട്ടില്ല എന്നതാണ് കപ്പലിന് അസാധാരണമായ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന സംശയത്തിന് ബലം നൽകുന്നത്. സാധാരണ 1-1.5 മാസത്തിനുള്ളിൽ ഇത്തരം കപ്പലുകൾ പോർട്ടുകൾ ചെയ്തിരിക്കണമെന്ന നിയമമാണുള്ളത്. മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ തങ്ങിയിട്ടുള്ള അബ്രഹാം ലിങ്കൺ എന്ന കപ്പലിന് ഏറ്റവും അടുത്തുള്ളത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ പ്രധാന സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാർഷ്യ പോർട്ടാണ്. അവിടേക്ക് പോലും അബ്രഹാം ലിങ്കൺ എന്ന കപ്പലിൽ നിന്ന് ഒരു പോർട്ടുകൾ പോലും ചെന്നിട്ടില്ല എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. ഇറാനുമായി യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് കേവലം 2 ആഴ്ച മിഡിൽ ഈസ്റ്റിൽ തങ്ങി ഇറാനെ കോളറിൽ പിടിച്ച് വലിച്ചെറിഞ്ഞ് ട്രോഫിയും വാങ്ങി തിരിച്ചു പോകാമെന്ന് കരുതിയാണ് അമേരിക്കയുടെ അബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ പടച്ചട്ടയണിഞ്ഞ് നൂറുകണക്കിന് യുദ്ധവിമാനങ്ങളും ഏത് സാഹചര്യങ്ങളെ നേരിടാനും ഏത് മിസൈലുകളെയും തോട്ടിയിട്ട് പിടിച്ച് ഒളിച്ചു കളയാൻ കഴിയുന്ന സകല റഡാർ സംവിധാനങ്ങളും 5000-ലധികം ജീവനക്കാരുമായി രാജകീയ പ്രൗഢിയോടെ ഗൾഫ് കടലിൽ എത്തിയത്. അന്ന് ഈ കപ്പലിനെ കുറിച്ച് വളരെയധികം ഘോരഘോരം പ്രസംഗങ്ങളാണ് അമേരിക്കൻ പക്ഷ മീഡിയകൾ നടത്തിയത്. ഈ കപ്പൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇറാനെ തകർത്തുകളെയും ചുട്ടുകളെയും എന്നൊക്കെയാണ് അവർ എഴുതിയിരുന്നത്. എന്നാൽ ഇന്ന് ഈ കപ്പലിന്റെ അവസ്ഥ പെറ്റ തള്ള പോലും കണ്ടാൽ സഹിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. 2 ആഴ്ച പോയിട്ട് 9 മാസം കഴിഞ്ഞിട്ട് പോലും തിരിച്ചു പോകാൻ കഴിയാത്തവണ്ണം കണ്ണും കാതുമായ റഡാർ സംവിധാനങ്ങൾ മുഴുവൻ തകർന്ന് നൂറുകണക്കിന് യുദ്ധവിമാനങ്ങൾ വഹിച്ചിരുന്ന ഡെക്കിന് തീ പിടിച്ച് അതും തകർന്ന് ഒരു കിടപ്പ് രോഗിയെ പോലെ പേർഷ്യൻ ഉൾക്കടലിലോ അറേബ്യൻ കടലിലോ തങ്ങുന്ന അബ്രഹാം ലിങ്കണിൽ നിന്നും പ്രേതഭവനങ്ങളിൽ പെട്ടുപോയവരിൽ നിന്നും ഉയരുന്ന നിലവിളി പോലുള്ള കപ്പൽ ജീവനക്കാരുടെ ദയനീയമായ ആർത്തനാദങ്ങളാണ് വിജനമായ ഇരുട്ടിന്റെ കടൽപ്പരപ്പിൽ നിന്നും ലോകം നിസ്സഹായതയോടെ ഇപ്പോൾ കേൾക്കുന്നത്. ഏതാണ്ട് 5-6 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വിസ്തൃതിയാണ് ഈ കപ്പലിന്റെ ഡെക്കിന് മാത്രമുള്ളത്. അതായത് നമ്മുടെയൊക്കെ കണക്ക് പറഞ്ഞാൽ ഏതാണ്ട് 5-6 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ 6-7 ഏക്കർ സ്ഥലത്തിന്റെ വിസ്തൃതിയാണ് ഈ കപ്പലിന്റെ ഡെക്കിന് മാത്രമുള്ളത്. ഇവിടേക്ക് നൂറുകണക്കിന് യുദ്ധവിമാനങ്ങളാണ് പറന്നിറങ്ങുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഗ്രൗണ്ട് ഫുട്ബോൾ കളിക്കാൻ മാത്രം ഉപയോഗിക്കുകയോ ഇനി ഫുട്ബോൾ കളിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് മണ്ണിറക്കി നല്ല വളവും ചെയ്താൽ നല്ല വെയിൽ കിട്ടുന്നത് കൊണ്ട് കപ്പ കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാക്കി മാറ്റാൻ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞാൽ അത് പരിഹസിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഈ കൂറ്റൻ യുദ്ധക്കപ്പലിന്റെ 2 കാലും നടുവുമൊടിഞ്ഞാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. ഈ കപ്പലിനെ എങ്ങനെയെങ്കിലും വാഷിംഗ്ടണിലെ ബ്രമർട്ടൺ നേവൽ ഷിപ്പ് യാർഡിലോ ഫിലാഡൽഫിയയിലെ നേവൽ ഷിപ്പ് യാർഡിലേക്കോ അതല്ലെങ്കിൽ ഹവായിലെ പേർ ഹാർബറിലേക്കോ മാറ്റാമെന്ന് കരുതിയാലും ഇഴഞ്ഞു നീങ്ങാൻ കഴിയാത്തവണ്ണം കപ്പൽ കിടപ്പിലായതുകൊണ്ട് അതിനും സാധ്യമാവുകയില്ല. അതുകൊണ്ടാണ് അതിലെ ജീവനക്കാർ കുടുങ്ങിപ്പോകാൻ കാരണമായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കപ്പലിന്റെ പ്രൊപ്പല്ലറിന് തകരാറോ അതല്ലെങ്കിൽ ഹള്ളിന്റെ അടിയിൽ ക്രാക്ക് ഉണ്ടായതോ കാരണമാണ് കപ്പലിന് നീങ്ങാൻ കഴിയാത്തത് എന്നാണ് നിഗമനം. ഇനി ഏതെങ്കിലും വിധത്തിൽ ഇഴഞ്ഞു നീങ്ങി അമേരിക്കയിലേക്ക് തിരികെ പോകാമെന്ന് കരുതിയെങ്കിൽ പോലും സാധാരണ ഒരു ചരക്ക് കപ്പലിനോ യാത്രാ കപ്പലിനോ പോകാവുന്ന തരത്തിൽ ഒരു യുദ്ധക്കപ്പലിന്റെ മറ്റൊരു രാജ്യത്തിന്റെ സമീപത്ത് കൂടി യാത്ര ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ സഞ്ചരിക്കുന്ന ആ രാജ്യത്ത് പലപ്പോഴും രാഷ്ട്രീയ സൈനിക സംഘർഷങ്ങൾക്കും യുദ്ധഭീതിക്കും കാരണമാകാറുണ്ട്. ഇത് ആ രാജ്യങ്ങളുടെ സുരക്ഷാ ഭീഷണിയായി വ്യാഖ്യാനിക്കപ്പെടാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ അബ്രഹാം ലിങ്കൺ പോലെ ഒരു വലിയ കപ്പൽ ഈ രാജ്യത്തിന്റെ സമീപത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിങ്ങനെ ഈ കപ്പലൊരു കിടപ്പ് രോഗിയായുണ്ട് ഈ രാജ്യങ്ങളിലെല്ലാം തീരക്കടൽ പിടിച്ച് മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. ഇതിന് നടുക്കടലിലൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ഈ തീരക്കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ അത് മുൻകൂട്ടി തടയാനുള്ള റഡാർ സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ ഈ കപ്പലിൽ തകരാറായതുകൊണ്ട് ഈ വരുന്ന മിസൈലിനെ 2 കൈയും നീട്ടി കപ്പൽ ഏറ്റുവാങ്ങുകയല്ലാതെ മറ്റു മാർഗമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ളപ്പോൾ ഈ കപ്പൽ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു ഡോക്കിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ യാത്രാ പ്രതിസന്ധികൾ മുഴുവൻ നീക്കേണ്ടതുണ്ട്. റഡാർ സംവിധാനം മുഴുവൻ അഴിച്ചു പണിയണം.
തന്നെയുമല്ല റഡാർ സംവിധാനം മാത്രമല്ല, ടോയ്ലറ്റ് പ്ലംബിംഗ് സംവിധാനങ്ങൾ, പിന്നെ ആക്രമണമേറ്റ് തകർന്ന ഭാഗങ്ങളിൽ ഉപ്പുവെള്ളം മൂലമുണ്ടാകുന്ന തുരുമ്പെടുപ്പ് വരെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ആക്രിയായി എന്നുള്ളതാണ് സത്യം. ഈ കപ്പൽ ഒരു തുറമുഖത്തും അടുപ്പിക്കാതെ 9 മാസത്തിലധികമായി ഒരേ നിലയിൽ തന്നെ കടലിൽ കഴിയേണ്ടി വന്നതിനാലാണ് അത് കപ്പലിന്റെ അറ്റകുറ്റപ്പണികളെ സാരമായി ബാധിച്ചത് എന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ വിശദീകരണം. ഇത് അത്ര വിശ്വാസയോഗ്യമാണ് എന്ന് പറയാൻ കഴിയില്ല. തകരാറായി കുടുങ്ങിയ കപ്പൽ കൃത്യമായി ഭക്ഷണം പോലും ലഭിക്കാതെ കാത്തിരിക്കേണ്ടി വരുന്ന ജീവനക്കാരുടെ മാനസികാവസ്ഥ വളരെയധികം പ്രാധാന്യമുള്ളതായിട്ടും അമേരിക്ക എന്തുകൊണ്ട് ഇത് കണക്കിലെടുക്കാതെ ഈ കപ്പലിനെ മറ്റൊരു പോർട്ടിൽ എത്തിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതാണ് കപ്പലിനെ പരിഹരിക്കാൻ കഴിയാത്ത ഗുരുതരമായ തകരാറുണ്ട് എന്ന് സംശയിക്കപ്പെടാൻ കാരണം. മുങ്ങുന്ന കപ്പലെന്ന് സ്ഥിരീകരിച്ചത് കൊണ്ടാവണം ജീവനക്കാരിൽ ചിലർ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ കാരണമായി പറയപ്പെടുന്നത്. ഈ വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അന്ന് ഇത്രയധികം വിശദീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കപ്പലിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വലിയ ഭക്ഷണവും ഇതൊന്നും കിട്ടാത്ത കാരണം ആൾക്കാർ കടലിൽ ചാടുന്ന മാനസിക നില തകരാറായി എന്നൊക്കെയാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഈ കപ്പൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള വിശദീകരണങ്ങൾ കുറച്ച് ദിവസങ്ങളായി വളരെയധികം ചർച്ചയിലാണ് ഉള്ളത്. ഇത് സാധാരണ ഒരു കപ്പലല്ലല്ലോ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണിത്. സൈനിക ജോലികൾ ചെയ്യുന്നവർ മാനസികമായി ശാരീരികമായി തളർന്ന് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ കഴിയുന്നത്ര മാനസികാവസ്ഥയിൽ എത്തുക എന്നത് അത്ര നിസ്സാരമായ കാര്യമായി കാണാനാവില്ല. അത്രയധികം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ടാവും അവർ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. തന്നെയുമല്ല, പ്രത്യേകിച്ച് ഇത് ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലാണെന്ന് ഓർക്കണം. ഏതൊരു രാജ്യത്തിന്റെ സൈനിക ഭീഷണിയെ തകർക്കാൻ കഴിയുന്ന അമേരിക്ക എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശേഷി നിയന്ത്രിക്കുന്ന രാജ്യത്തിന്റെ ആത്മവിശ്വാസമുള്ള അല്ലെങ്കിൽ അഹങ്കാരികളായ സൈനികർ ആത്മഹത്യ ചെയ്യുന്ന ഭ്രാന്തമായ മാനസികാവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം സ്വാഭാവികമായും ലോകം ആകാംക്ഷയോടെ അന്വേഷിച്ചിരിക്കും. ആ അന്വേഷണമാണ് അബ്രഹാം ലിങ്കൺ എന്ന കപ്പലിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കപ്പലിലെ സൈനികരുടെ മാനസികാവസ്ഥയെ ഇത്രയധികം ദുർബലപ്പെടുത്തുന്നത് വിശ്രമമില്ലാത്ത ജോലി മാത്രമല്ല, ടൈറ്റാനിക്കിന് സംഭവിച്ചതുപോലെ കൂട്ടത്തോടെ എല്ലാവരും നടുക്കടലിൽ മുങ്ങിച്ചാകുമെന്ന ഭയവും കൊണ്ടായിരിക്കാം എന്നും ഇതിനെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം ഭക്ഷണക്ഷാമം, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, അതല്ലെങ്കിൽ സ്ത്രീകളുടെ സാനിറ്ററി പാഡുകളുടെ ലഭ്യത കുറവ്, ടോയ്ലറ്റ് പ്ലംബിംഗ് വർക്കുകൾ തകരാറിലാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ നിസ്സാരവൽക്കരിക്കാനാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പും അവയോട് ചോർന്നുള്ള മീഡിയകളും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കപ്പലിനുള്ളിൽ കകൂതി പോകാൻ മാർഗമില്ല എന്നാണ് ഇപ്പം പല വാർത്തകളും വരുന്നത്. ഭക്ഷണമില്ല, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നിട്ട് ഇതിനെ വലിയ പുകഴ്ത്തിയിട്ട് ഈ കപ്പലിനൊന്നും സംഭവിച്ചിട്ടില്ല, ഇതിലെ ജീവനക്കാർക്ക് സാധനങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് അവരെല്ലാം കഷ്ടപ്പെടുന്നത് എന്ന തരത്തിലാണ് ഇന്ന് ലോകത്ത് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ടോയ്ലറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യത്തിലധികം പ്ലംബിംഗ് തൊഴിലാളികൾ കപ്പലിനുള്ളിൽ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു യുദ്ധക്കപ്പലാണ്, അതിനുള്ളിൽ ഇല്ലാത്ത തൊഴിലാളികൾ വേറെ ഇല്ല. ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള സയന്റിസ്റ്റുകൾ, ഡോക്ടർമാര് പോട്ട് ഇങ്ങേറ്റത്തെ ഏറ്റവും കുറഞ്ഞ ജോലികൾ ചെയ്യുന്നവർ വരെ കപ്പലിനുള്ളിലുണ്ട്. പിന്നെ കപ്പലിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും ഇന്ധനവുമെല്ലാം ഈ അടുത്തുള്ള ഡീഗോ ഗാർഷ്യ ദ്വീപിൽ നിന്നും എത്തിക്കാവുന്നതേ ഉള്ളൂ. അത് വിമാനത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ കപ്പലിലേക്ക് എത്തും. പിന്നെ എന്തിനാണ് ഇവരിതൊന്നും ഇല്ല എന്ന് പറയുന്നത്? പേർഷ്യൻ കടലിലും അറേബ്യൻ കടലിലുമൊക്കെ ഇറാന്റെ നിരീക്ഷണമുണ്ടെങ്കിലും ഇപ്പോൾ വെടിനിർത്തലുള്ളത് കൊണ്ട് ഈ വരുന്ന വിമാനങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ അയക്കാൻ തയ്യാറാകും എന്നൊന്നും വിശ്വസിക്കേണ്ടതില്ല. കാരണം അവരെ അടിക്കുമ്പോൾ മാത്രമേ അവർ തിരിച്ചടിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ അടിക്കാതിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഈ സാധനങ്ങളെല്ലാം കപ്പലിലേക്ക് എത്തിക്കാമല്ലോ, ഒരു വിമാനം പോരെ. പക്ഷെ അതിന് ഇവർ തയ്യാറാവുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? അതൊന്നും അല്ല പ്രശ്നം എന്നുള്ളതാണ്. ഇനി അഥവാ മിസൈൽ അയക്കുമെന്ന ഭയമുണ്ടെന്ന് നോക്കുക. അങ്ങനെയെങ്കിൽ ഈ അപകടത്തെ മറികടക്കാൻ വേണ്ടി ജീവനക്കാരുടെ സൗകര്യാർത്ഥം ഈ ഡീഗോ ഗാർഷ്യയിലെ അമേരിക്കൻ സൈനിക താവളത്തിന് അടുത്തേക്കെങ്കിലും ഈ കപ്പൽ മാറ്റിയിടാൻ അധികൃതർ തയ്യാറാവുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അങ്ങനെയെങ്കിൽ ഇവർക്ക് ഈ ദ്വീപിലിറങ്ങി അവരുടെ സൈനിക കേന്ദ്രങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. മറ്റു സാധാരണ സ്ഥലങ്ങളിലൊന്നും സൈനികർക്ക് ഇറങ്ങാൻ കഴിയില്ല, അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഡീഗോ ഗാർഷ്യ ദ്വീപിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയൊക്കെ സൈനിക കേന്ദ്രങ്ങളാണുള്ളത്. അവിടേക്ക് ഈസിയായിട്ട് ഇവർക്ക് ഇറങ്ങാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷെ അവിടേക്ക് പോലും ഈ കപ്പൽ ഇവർക്ക് മാറ്റിയിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ പറയുമ്പോൾ നീങ്ങാൻ കഴിയാത്ത വിധം ഈ കപ്പൽ മുങ്ങുന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്ന സംശയം പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. മുങ്ങുക തന്നെയാണ്. അഥവാ അങ്ങനെ ഈ കപ്പൽ മുങ്ങുന്നുണ്ടെങ്കിൽ ഇത് രഹസ്യമാക്കി വെക്കാനാവും അമേരിക്ക ശ്രമിക്കുക. ഇപ്പോൾ ഈ അവസരത്തിൽ പെട്ടെന്ന് ജീവനക്കാരുടെ അസൗകര്യങ്ങളുടെ പരാതികൾ ഉയർന്നു വരികയും ചിലർ മാനസിക രോഗികളാവുകയും മറ്റു ചിലർ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത്
കപ്പൽ മുങ്ങുകയാണെന്ന സംശയം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഈ സംഭവം ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ. ഏതാണ്ട് 2 മാസം മുൻപാണ് പേർഷ്യൻ കടലിൽ വെച്ച ഈ കപ്പലിന് നേരെ ഇറാൻ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്. അന്ന് ബഹ്റൈനെയും കുവൈറ്റിനെയും ജോർദാനെയും എല്ലാം ആക്രമിച്ച കൂട്ടത്തിൽ ഈ കപ്പലിനും ശരിക്ക് പണി ഇറാൻ കൊടുത്തിരുന്നു. അതിനുശേഷം ഇത് അവിടെ നിന്ന് രക്ഷപ്പെട്ടതായിട്ട് റിപ്പോർട്ടുണ്ട്. പിന്നീട് ഈ കപ്പലിനെ കുറിച്ച് ആർക്കും യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതിന്റെ പരാതികൾ ഉയർന്നു വരുന്നത്. ഇപ്പോൾ അമേരിക്ക മറ്റൊരു കപ്പലിനെ ഇവിടേക്ക് അയച്ച് ലിങ്കണിലെ ജീവനക്കാരെ മുഴുവൻ മാറ്റാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ജോർജ് വാഷിംഗ്ടൺ എന്ന മറ്റൊരു യുദ്ധക്കപ്പൽ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കപ്പലും ഇതിനു മുമ്പ് വന്നിട്ട് തിരിച്ചു പോയതാണ്. കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തിയില്ല. അബ്രഹാം ലിങ്കണെ ഓപ്പറേഷണൽ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ അമേരിക്ക ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനുവേണ്ടിയാണ് അവരിപ്പോൾ ഈ ജോർജ് വാഷിംഗ്ടൺ എന്ന കപ്പലിനെ ഇങ്ങോട്ട് അയക്കുന്നത്. ഈ അബ്രഹാം ലിങ്കൺ എന്ന കപ്പലിൽ നിന്ന് ജീവനക്കാരെ മുഴുവൻ ആ കപ്പലിലേക്ക് മാറ്റി അമേരിക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. എന്നിട്ട് ഈ കപ്പൽ നീങ്ങാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കുക എന്നൊരു തന്ത്രമാണ് ഇവരിവിടെ പ്രയോഗിക്കുന്നത്. അതാരും അറിയാതെ ചെയ്യാൻ വേണ്ടിയാണ് ഈ ജീവനക്കാരെ അവിടെ നിന്ന് മാറ്റുന്നത്. അവരതിനകത്തുണ്ടെങ്കിൽ ഈ കപ്പലിലെ രഹസ്യങ്ങൾ പുറത്തു വരും. അതറിയാതിരിക്കാൻ വേണ്ടി വേഗം അവരെ അവിടെ നിന്ന് മാറ്റുകയാണ്. അങ്ങനെയെങ്കിൽ ഈ കപ്പൽ മുങ്ങിയാൽ പോലും ആരും അറിയില്ലല്ലോ. അതാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്തായാലും വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ചില വാർത്തകൾ നമുക്ക് അറിയാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.